അപ്പോൾ സർക്കിൾസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 3 തിയറം നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇന്ന് 4ാമത്തെ തിയറം എന്താണെന്നുള്ളത് നോക്കാം. The line drawn through the center of a circle to bisect a chord is perpendicular to the chord. അതായത് ഇവിടെ നമ്മൾ സെന്ററിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു, അത് കോഡിനെ ബൈസെക്ട് ചെയ്യുന്നു. അതായത് കോഡിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിനെ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ 2 ഹാഫും ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് AC BCക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അതായത് OC പെർപെൻഡിക്കുലർ ടു AB, ആ ലൈന് ഈ കോഡിന് പെർപെൻഡിക്കുലർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഗിവൺ സർക്കിൾ വിത്ത് സെന്റർ O, സർക്കിൾ വിത്ത് സെന്റർ O ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? AC ഈക്വൽ ടു BC, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ടു പ്രൂവ് OC പെർപെൻഡിക്കുലർ ടു AB, അതായത് ആംഗിൾ OCA ഈക്വൽ ടു ആംഗിൾ OCB ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് OC പെർപെൻഡിക്കുലർ ടു AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഈ 2 ആംഗിളും 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ കൺസ്ട്രക്ഷൻ ജോയിൻ OA ആൻഡ് OB, OAയും OBയും ജോയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടി. അതായത് 2 ട്രയാങ്കിൾ. ഇനി പ്രൂഫില് നമ്മൾ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതായത് ഇൻ ട്രയാങ്കിൾ OAC ആൻഡ് ട്രയാങ്കിൾ OBC. ട്രയാങ്കിൾ OBCയിൽ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത്? നമുക്ക് AC ഈക്വൽ ടു BC ഗിവൺ ആണ്. AC ഈക്വൽ ടു BC, അപ്പൊ അതിന്റെ റീസൺ ഗിവൺ. പിന്നെ എന്തൊക്കെ പറയാം? OA ഈക്വൽ ടു OB ആണ്. OA ഈക്വൽ ടു OB, റേഡിയസ് ഓഫ് സെയിം സർക്കിൾ. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈക്വൽ? OC, 2 ട്രയാങ്കിളിലും OC കോമൺ ആണ്. അപ്പൊ OC ഈക്വൽ ടു OC കോമൺ ആണ്. അപ്പോൾ ഇവിടെ 3 സൈഡ്സ് ആണ് നമുക്ക് ഈക്വൽ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബൈ SSS കോൺട്രുവൻസി റൂൾ ട്രയാങ്കിൾ AOC കോൺട്രുവന്റ് ടു ട്രയാങ്കിൾ BOC, ആ 2 ട്രയാങ്കിളും കോൺട്രുവന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആംഗിൾ ആണ് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയാ? ആംഗിൾ OCA ഈക്വൽ ടു ആംഗിൾ OCB ബൈ CPCT. നമുക്കറിയാം 2 ട്രയാങ്കിൾ കോൺട്രുവന്റ് ആയാൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇവിടെ ഇപ്പൊ നമുക്ക് ആംഗിൾ പ്രൂവ് ചെയ്യേണ്ടത് കൊണ്ട് 2 ആംഗിളും ഈക്വൽ എന്ന് പറയാം. 2 ആംഗിളും ഈക്വൽ ആയാൽ പോലെ നമുക്ക് ഇവിടെ OC പെർപെൻഡിക്കുലർ ടു AB ആണ്, അത് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഒരു ലൈൻ ഇങ്ങനെ ഒരു ലൈന് കട്ടാവാണ് ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ളത് നമ്മൾ എന്ത് പറയും? ലീനിയർ പെയർ. അപ്പൊ ഈ 2 ആംഗിളും ആഡ് ചെയ്തിട്ട് നമ്മൾ 180 ഡിഗ്രി എന്ന് പറയാം. അതായത് ആംഗിൾ OCA പ്ലസ് ആംഗിൾ OCB ഈക്വൽ ടു 180 ലീനിയർ പെയർ. നമുക്ക് 90 ഡിഗ്രി പ്രൂവ് ചെയ്യേണ്ടത്, അതായത് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ലീനിയർ പെയർ എടുത്തിട്ടാണ് ചെയ്യുക. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ അതുപോലെ ഇവിടെ OCA OCBക്ക് ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് ആംഗിൾ OCA പ്ലസ് ആംഗിൾ OCA ഈക്വൽ ടു 180 എന്ന് കിട്ടും. അതായത് 2 ടൈംസ് ആംഗിൾ OCA ഈക്വൽ ടു 180 ഡിഗ്രി, അതായത് 2 ടൈംസ് ആംഗിൾ OCA ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ OCA ഈക്വൽ ടു 180/2 നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. OCA ഏതിന് ഈക്വൽ ആണ്? OCBക്ക് ഈക്വൽ ആണ്. അപ്പോൾ OCA ഈക്വൽ ടു OCB ഈക്വൽ ടു 90 ഡിഗ്രി. OC പെർപെൻഡിക്കുലർ ടു AB, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 2 ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ OC പെർപെൻഡിക്കുലർ ടു AB ആയിരിക്കും. തിയറം 5 എന്താണെന്നുള്ളത് നോക്കാം. There is one and only one circle passing through 3 given non-collinear points. ഇപ്പൊ 3 non-collinear points എടുക്കുക. നമ്മൾ ഇവിടെ കൊലീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ ലൈനിൽ വരുന്നതിനാണ് കൊലീനിയർ പോയിന്റ്സ് എന്ന് പറയാം. അപ്പൊ 3 non-collinear points എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ A ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു B, ഇവിടെ ഒരു C എന്നുള്ള ഒരു പോയിന്റ് എടുത്തു. അപ്പോൾ ഇതില് നമ്മൾ ഈ ലൈൻ ജോയിൻ ചെയ്യാം. അതായത് ഈ ലൈൻ
ജോയിൻ ചെയ്യാം. അതുപോലെ ഈ ലൈനും ജോയിൻ ചെയ്യാം. അതിനുശേഷം ഈ എ ബിയിൽ നിന്ന് നമ്മൾ ഹാഫിൽ കൂടുതൽ എടുത്തിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ സെന്ററിലൂടെ കിട്ടും. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ ഇതിൽ നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇതിന്റെ ഹാഫിൽ കൂടുതൽ, കോമ്പസിൽ ഹാഫിൽ കൂടുതൽ എടുത്തിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ അത് രണ്ടും, ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടി ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഈ സർക്കിളിന്റെ സെന്റർ O. അപ്പോൾ അതാണ് പറയുന്നത് there is one and only one circle passing through three given non-collinear points. 3 non-collinear points നമ്മൾ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് തിയറം 5. എന്താന്നുള്ളത് നോക്കാം. ഈക്വൽ കോർഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. അതായത് രണ്ട് ഈക്വൽ കോർഡ്സ് എ ബിയും സി ഡിയും ഈക്വൽ കോർഡ്സ് ആണ്. അത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉള്ളത്, സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ON ഈക്വൽ ടു OM എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഗിവൺ എന്തൊക്കെയാണ്? ഗിവൺ 2 ഈക്വൽ കോർഡ്സ് ആണ്. അതായത് എ ബി ഈക്വൽ ടു സി ഡി ആണ് ഗിവൺ. നമുക്ക് ഈക്വൽ കോർഡ്സ് ആയതുകൊണ്ട് എ ബി ഈക്വൽ ടു സി ഡി എന്ന് കിട്ടി. അതുപോലെ ഇവിടെ ON പെർപെൻഡിക്കുലർ ടു perpendicular to CD. അതുപോലെ OM perpendicular to AB. ON perpendicular to CD ഉണ്ട്, OM perpendicular to AB. ഇത്രയാണ് നമുക്ക് ഗിവൺ. ഇനി ടു പ്രൂവ് നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഈക്വൽ കോർഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ആ രണ്ട് കോഡും ഉള്ളത്. അതായത് ON ഈക്വൽ ടു OM എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി കൺസ്ട്രക്ഷൻ ജോയിൻ, അതായത് ഇവിടുന്ന് ജോയിൻ ചെയ്യാം. ഇത് രണ്ടും OCയും OAയും ജോയിൻ ചെയ്യാം. ജോയിൻ OC ആൻഡ് സെന്റർ കറക്റ്റ്. ജോയിൻ OC ആൻഡ് OA. OAയും OCയും ജോയിൻ ചെയ്തു. ഇനി പ്രൂഫിൽ ഇവിടെ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിലും അതായത് ON ഈക്വൽ ടു OM ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ കോൺട്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ON ഈക്വൽ ടു OM ബൈ CPCT കിട്ടും. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യാം? ഈ രണ്ട് ട്രയാങ്കിളും, ഈ ട്രയാങ്കിൾ OMA ആൻഡ് ONC, ട്രയാങ്കിൾ ONCയിൽ നമുക്ക് എന്ത് പറയാം? OA ഈക്വൽ ടു OC, OA ഈക്വൽ ടു OC, അതായത് റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ ആണ്. റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ ആയതുകൊണ്ട് അത് രണ്ടും ഈക്വൽ ആയി. പിന്നെ എന്ത് പറയാം? നമുക്ക് ഇത് ON പെർപെൻഡിക്കുലർ ടു CD ആണ്, OM പെർപെൻഡിക്കുലർ ടു AB ആണ്. അപ്പൊ ആംഗിൾ CNO ഈക്വൽ ടു ആംഗിൾ AMO, രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ ഗിവൺ? AB ഈക്വൽ ടു CD ആണ്. AB ഈക്വൽ ടു CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹാഫ് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ തിയറം 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പെർപെൻഡിക്കുലർ സെന്ററിൽ നിന്ന് കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരികയാണെങ്കിൽ അത് ഈക്വൽ, ആ കോഡിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. അതായത് AM ഈക്വൽ ടു MB ആയിരിക്കും. അപ്പൊ ഇവിടെ AB ഈക്വൽ ടു CD ആണെങ്കിൽ നമുക്ക്, അതായത് OM പെർപെൻഡിക്കുലർ ടു AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഹാഫും ഈക്വൽ ആയിരിക്കും. AM ഈക്വൽ ടു MB ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഹാഫ് എടുക്കുന്നു. ഹാഫ് ഓഫ് AB ഈക്വൽ ടു ഹാഫ് ഓഫ് CD ആണ്. ഹാഫ് ഓഫ് AB ഹാഫ് ഓഫ് CD ഈക്വൽ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് AB എന്ന് പറയുന്നത് ഇവിടെ AM ആണ്. AM ഈക്വൽ ടു CN. അപ്പൊ ഇതിൽ ഈ രണ്ട് ഹാഫും ഈക്വൽ ആയിരിക്കും. അതായത് OM, അതായത് സെന്ററിൽ നിന്ന് നമ്മൾ കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിന് ഇത് ബൈസെക്ട് ചെയ്യും. അതായത് AM ഈക്വൽ ടു MB ആണ്. അങ്ങനെയാണ് ഹാഫ് ഓഫ് AB എന്നുള്ളത് നമ്മൾ AM ആയിട്ട് എടുത്തത്. അതുപോലെ ഹാഫ് ഓഫ് CD എന്ന് പറയുന്നത് CN ആയിട്ട് എടുത്തു. അപ്പൊ AM ഈക്വൽ ടു, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് സൈഡ് റൈറ്റ് ആംഗിളും ഒരു സൈഡും ആണ് ഈ രണ്ട് ട്രയാങ്കിളിന്റെ
നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ therefore by RHS congruency rule triangle AMO congruent to triangle CNO by RHS congruency rule എന്ന് പറയും. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആയാൽ ON ഈക്വൽ ടു OM ബൈ CPCT. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. അപ്പൊ അതാണ് തിയറം 6. തിയറം 7 എന്താന്നുള്ളത് നോക്കാം. കോഡ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. അതായത് ഇവിടെ നമുക്ക് AB ഈക്വൽ ടു CD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഗിവൺ എന്താണ്? OM ഈക്വൽ ടു ON തന്നിട്ടുണ്ട്. കോഡ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. കോഡ്സ് ആണ് നമ്മൾ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ OM ഈക്വൽ ടു ON, അതായത് OM പെർപെൻഡിക്കുലർ ടു OM പെർപെൻഡിക്കുലർ ടു AB, അതുപോലെ ON പെർപെൻഡിക്കുലർ ടു CD. ഇത്രയും കാര്യം നമുക്ക് ഗിവൺ ആണ്. ടു പ്രൂവ് AB ഈക്വൽ ടു CD എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി കൺസ്ട്രക്ഷൻ ജോയിൻ OA ആൻഡ് OC. OA OCയും ജോയിൻ ചെയ്ത് അപ്പോൾ രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഇവിടെ നമുക്ക് പ്രൂഫിൽ ഇൻ ട്രയാങ്കിൾ AMO ആൻഡ് ട്രയാങ്കിൾ CNO, ഈ രണ്ട് ട്രയാങ്കിളിലും നമുക്ക് എന്തൊക്കെ ഈക്വൽ പറയാം? OM ഈക്വൽ ടു ON, OM ഈക്വൽ ടു ON ഗിവൺ ആണ്. പിന്നെ എന്തൊക്കെയാണ്? OA ഈക്വൽ ടു OC, റേഡിയസ് ഓഫ് സെയിം സർക്കിൾ. പിന്നെ എന്തൊക്കെയാണ്? ആംഗിൾ പറയാം. ആംഗിൾ CNO ഈക്വൽ ടു ആംഗിൾ AMO 90 ഡിഗ്രി. Therefore by RHS congruency rule നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ AMO കോൺട്രുവൻ്റ് ടു ട്രയാങ്കിൾ CNO. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആയി. രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആയി കഴിഞ്ഞാൽ അത് RHS കോൺട്രുവൻസി റൂളിലാണ് രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? AM ഈക്വൽ ടു CN ബൈ CPCT. രണ്ട് ട്രയാങ്കിളും കോൺട്രുവൻ്റ് ആയപ്പോൾ AM ഈക്വൽ ടു CN ബൈ CPCT. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ. 2 ടൈംസ് AM ഈക്വൽ ടു 2 ടൈംസ് CN ആണ്. അപ്പോൾ 2 ടൈംസ് AM എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പെർപെൻഡിക്കുലർ ഒരു കോഡിനെ ബൈസെക്ട്. AM ഈക്വൽ ടു MB ആണ്. 2 ടൈംസ് AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM പ്ലസ് AM, അതായത് AM പ്ലസ് BM എന്ന് പറയുന്നത് എന്തായിരിക്കും? AB. Therefore AB ഈക്വൽ ടു CD. ഇത് രണ്ട് ലെങ്ത്തും ഈക്വൽ ആയിട്ട് AM BM ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ 2 ടൈംസ് AM എന്ന് പറയുമ്പോൾ 2 ടൈംസ് AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് AM പ്ലസ് AM പ്ലസ് BM ആയിട്ട് എടുക്കുക. AM പ്ലസ് BM എന്ന് പറയുന്നത് എന്തായി? AB. അങ്ങനെ AB ഈക്വൽ ടു CD എന്നുള്ളത് കിട്ടി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.